a failure. ഓടെ വൺ പീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 3 വിധത്തിലാണ്: ഫോർ ഷാഡോവിംഗ്, സ്പെക്കുലേഷൻ സ്പേസ് ആൻഡ് കണക്ടിവിറ്റി. ഇതിൽ ഫോർ ഷാഡോവിനെ കുറിച്ചും സ്പെക്കുലേഷൻ സ്പേസിനെ കുറിച്ചും ധാരാളം വീഡിയോസ് ഞാൻ ചെയ്തതാണ്. ബട്ട് കണക്ടിവിറ്റിയെ കുറിച്ച് 2 വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതും ആയ കാലത്ത് ചെയ്തതാണ്. സോ കണക്ടിവിറ്റി എന്നതുകൊണ്ട് ഓടയുടെ വേർഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് പലതരത്തിലുണ്ട്. ചിലപ്പോൾ അത് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തതായിരിക്കാം, ചിലപ്പോൾ അത് ക്യാരക്ടേഴ്സിനെ നെയിം ബേസ് ചെയ്തുകൊണ്ടുമായിരിക്കാം. ആൻഡ് ഈ നെയിംസ് തന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ പുതിയ ഫോർ ഷാഡോവിംഗ് ഓർ സ്പെക്കുലേഷൻ സ്പേസ് ആയിട്ട് മാറുന്നതും കാണാം. ഈ സ്പെക്കുലേഷൻ സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിയറീസ് ആണ്, വേറൊന്നുമല്ല. നിങ്ങൾ അതോർത്ത് വറിയിടാവേണ്ട. എനിവേ, ഇത് ക്യാരക്ടേഴ്സ് ആയിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആകുന്നത് എന്ന് ചോദിച്ചാൽ ദ ഗ്രേറ്റ് മങ്കി ഡി ഡ്രാഗൻ ആണ് നമ്മുടെ കിഡ് ഷാങ്ക്സിനെ സേവ് ചെയ്യുന്നത്. ഈ കിഡ് ഷാങ്ക്സ് വളർന്നു വലുതായിട്ടാണ് മങ്കി ഡി ഡ്രാഗന്റെ മകനായ കിഡ് ലൂഫിയെ സേവ് ചെയ്യുന്നത്. സോ മോർ ലൈക്ക് ഒരു കർമ്മ തന്നെ ഇവിടെ ഫോം ചെയ്തു എന്ന് പറയാം. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 3 പേർ തമ്മിലുള്ള കണക്ടിവിറ്റിയാണ് വൺ പീസ് വേൾഡിന്റെ അടിസ്ഥാനം. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. വാട്ട് ഇഫ് ഡ്രാഗൻ ഷാങ്ക്സിനെ സേവ് ചെയ്യാതിരിക്കുകയായിരുന്നെങ്കിൽ ഷാങ്ക്സ് പ്രോബബലി ഗോഡ്വാലിൽ വെച്ച് തന്നെ ഡെഡ് ആയനെ. അങ്ങനെ സംഭവിച്ചാൽ ഫ്യൂച്ചറിൽ ലൂഫിക്ക് പൈററ്റ് ആകാനുള്ള ഇൻഫ്ലുവൻസും ഇൻസ്പിറേഷനും നഷ്ടമാകും. കാരണം ഷാങ്ക്സ് ആണ് ലൂഫി പൈററ്റ് ആകാനുള്ള മെയിൻ കാരണം. സോ ഷാങ്ക്സിന്റെ അഭാവത്തിൽ ലൂഫി മേ ബി ഗ്യാർപ്പിന്റെ ഒരു മിനി വേർഷനുള്ള മറൈൻ ഓഫീസറായി മാറും. അതുമാത്രമല്ല, ലൂഫിക്ക് ഹിറ്റോ നോമി എന്നുള്ള ഡെയിൽ ഫ്രൂട്ടും കിട്ടില്ല. സോ ഈ ഒരു കാര്യം വൺ പീസ് വേൾഡിനെ തന്നെ ടോട്ടലി ചേഞ്ച് ചെയ്യുമെന്ന് പറയാം. ഈവൻ ജോയ് ബോയുടെ പ്രൊഫസിനെ പോലും ഇത് അഫക്ട് ചെയ്യും. കാരണം ലൂഫി മറൈൻ ആവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഏസിന്റെയും സാബോയുടെ കാര്യം പറയേണ്ട ആവശ്യമേ ഇല്ല. ASL പൈററ്റ്സ് എന്നുള്ളത് AS പൈററ്റ്സ് ആയനെ. മറൈൻ ഫോർഡിൽ ഗ്യാർപ്പിന്റെ സെയിം സിറ്റുവേഷൻ ലൂഫിക്ക് ഉണ്ടായനെ. അതായത് ഏസിനെ രക്ഷിക്കണോ അതോ മറൈൻസ് ഓർഡർ ഫോളോ ചെയ്യണോ എന്നുള്ള കോൺഫ്ലിക്ട്. സാബോയുടെ കേസിലും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. കാരണം സാബോ ഫ്രം ദ റെവല്യൂഷണറി ആർമി ഇൻക്ലൂഡിംഗ് ലൂഫീസ് ഫാദർ. സോ ലൂഫി VS ഏസ് സാബോ ഡ്രാഗൺ എന്നുള്ള സിറ്റുവേഷൻ തന്നെ ഉണ്ടായനെ. ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഷെൽസ് ടൗണിൽ സോറോയുടെ അടുത്ത് 100% കൺഫേം ആയേനെ. നാമിയുടെ വില്ലേജിന്റെയും അവസ്ഥ ട്രാജിക് എന്ന് പറയുന്നതിലും അപ്പുറത്തായനെ. സിറപ്പ് വില്ലേജിലെ ജനങ്ങളുടെയും കായയുടെയും ഉസോപ്പിന്റെയും ഡെത്ത് കൺഫേം ആയും സംഭവിച്ചേനെ. സാഞ്ചിയുടെ ജീവിതം ബരാറ്റിയ റെസ്റ്റോറന്റിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വന്നേനെ. ചോപ്പർ പുറം ലോകം കാണാതെ ഒരു പൈററ്റ് ആകാതെ ഡ്രം ഐലൻഡിൽ തന്നെ നിന്ന് തിരിഞ്ഞേനെ. റോബിൻ ക്രോക്കഡൈലിന്റെ കൈ കൊണ്ട് തന്നെ തീർന്നേനെ. ഫ്രാങ്കി ഒരു ക്രിമിനലായി തന്നെ വാട്ടർ സോണിൽ തുടർന്നേനെ. ബ്രൂക്കിന്റെ ജീവിതം ഫ്ലോറൈൻ ട്രയാങ്കിളിൽ തന്നെ അവസാനിച്ചേനെ. ജീംബെ എംബൽ ഡൗണിൽ തന്നെ കിടന്ന് നരകിച്ചേനെ. സോ ടോട്ടലി പറയുകയാണെങ്കിൽ സ്ട്രോ ഹാറ്റ്സ് എന്നുള്ള ക്രൂവേ ഫോം ആകില്ല. ഈ ക്രൂ ഫോം ആയില്ലെങ്കിൽ അവർ കടലിൽ സെയിൽ ചെയ്യില്ല. സെയിൽ ചെയ്തില്ലെങ്കിൽ അവർ നമ്മൾ കണ്ട ഐലൻഡിലൊന്നും എത്തിച്ചേരില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ പറയേണ്ട ആവശ്യവും ഇല്ല. വി മാലബാസ്റ്റർ കിങ്ഡവും നിലവിന്ന് പോകാൻ തന്നെ കാരണം സ്ട്രോ ഹാറ്റ്സ് ആണ്. സെയിം കേസ് തന്നെയാണ് സ്കൈപ്പിയയ്ക്കും ഡ്രസ്റോസയ്ക്കും വാനോയ്ക്കും എല്ലാം. ഏനല്ലേ, ക്രോക്കഡൈലിഡോ, ഫ്ലമിംഗോ, കൈഡോ തുടങ്ങിയവരെല്ലാം അൺബീറ്റൺ ആയി നിലനിന്ന് ഓരോ ഐലൻഡിനും ഇരട്ടി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് ഫ്രീഡം എന്നത് ഈ പറഞ്ഞ ഐലൻഡിലെ ജനങ്ങൾക്ക് സ്വപ്നത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നായി മാറും. അതേപോലെ വാട്ടർ 7, എന്നിസ് ലോബി, ഹോൾ കേക്ക് ഐലൻഡ്, ഫിഷ്മാൻ ഐലൻഡ്, സബാവോഡി ഇൻസിഡന്റ്, അതായത് ഈ പറഞ്ഞ ഐലൻഡിലെ നമ്മൾ കണ്ട ഈവൻസ് ഒന്നും തന്നെ നടക്കില്ല. ഒറ്റ ലൈനിൽ പറഞ്ഞാൽ നമ്മൾ കണ്ട വൺ പീസിലെ സ്റ്റോറി തന്നെ ചേഞ്ച് ആകും. സോറോ, റോബിൻ, യൂസോപ്പ് ഇവർ നമുക്ക് ഡെത്ത് ടീമിലിടാം. നാമി ആൻഡ് ജീംബെ ട്രാജിക് ടീമില്, ചോപ്പർ ആൻഡ് ബ്രൂക്ക് സ്റ്റേയിങ് ഇൻ എ പ്ലേ. സോ ഇവർ രണ്ടുപേരും ഈ ടീമില്. അതേപോലെ ഫ്രാങ്ക് ഈസ് എ ക്രിമിനൽ ഇൻ ദ വാട്ടർ 7. സോ ജീംബെനെ പോലെ തന്നെ ഫ്രാങ്ക് ഈ മിംബൽ ഡൗണിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നേനെ. അതുകൊണ്ട് ഹി ഈസ് ഓൾസോ ജോയിനിങ് ദ ട്രാജിക് ടീം. ആൻഡ് സാൻജിനെ ഓർഡിനറി ലൈഫ് ടീമിലും. ഒന്നും കൂടെ ചിന്തിച്ചു നോക്കുക, ഇതെല്ലാം ഡ്രാഗൺ ഷാങ്ക്സിനെ രക്ഷിക്കാതിരുന്നെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 3 പേരുടെയും കണക്ടിവിറ്റിയാണ് വൺ പീസ് വേൾഡിന്റെ തന്നെ അടിസ്ഥാനമെന്ന്. സോ വൺ പീസ് വേൾഡിൽ കണക്ടിവിറ്റി എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എനിവേ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓടെ നെയിംസ് വെച്ചും കളിച്ചിട്ടുണ്ട്. വൺ പീസ് വേൾഡിലെ സ്ട്രോങ്ങസ്റ്റ് പയർ ക്രൂവിലുള്ള സ്ട്രോങ്ങസ്റ്റ് മെമ്പേഴ്സിന്റെ പേരിലെടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് നമുക്ക് പയർ കിങ് റോജറിന്റെ ക്രൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് റോജറിന്റെ ക്രൂവിലെ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? യെസ്, റെയ്ലി, ഗബൻ ഇൻക്ലൂഡിംഗ് റോജർ. സോ ഇവരുടെയൊക്കെ ഫുൾ നെയിംസിലെ ആദ്യ വേർഡ് എടുത്ത് നോക്കിയാൽ യു ഗൈസ് ക്യാൻ റിയലൈസ് ദ കണക്ഷൻ. ഫസ്റ്റ് വൺ ഗോൾഡി റോജർ. സോ ഗോൾഡി എന്നുള്ളത് നമുക്ക് ഗോൾഡ് എന്ന് എടുക്കാം. സെക്കൻഡ് വൺ സിൽവേഴ്സ് റെയ്ലി. ഇതിലെ ഫസ്റ്റ് വേർഡ് സിൽവർ. സോ അത് നമുക്ക് എടുക്കാം. ആൻഡ് ദ തേർഡ് വൺ ഈസ് കോപ്പർ ഗബൺ. ഇതിൽ എസ് റിമൂവ് ചെയ്താൽ വി ക്യാൻ റീഡ് ദാറ്റ് ലൈക്ക് കോപ്പർ. ആൻഡ് ഈ കോപ്പർ എന്ന് പറയുന്നത് ബ്രോൺസ് ആണ്. സോ ഈ 3 ക്യാരക്ടേഴ്സിന്റെയും നെയിംസ് കണക്ട് ആകുന്നത് മെറ്റൽസ് ആയിട്ടാണ്, അതായത് ഗോൾഡ്, സിൽവർ ആൻഡ് ബ്രോൺസ്. ബട്ട് ഗെയിമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ റാങ്കിങ് ഓർഡർ കൂടെയാണ്. നിങ്ങൾ കളിക്കുന്ന പല ഗെയിംസിലും ഈ റാങ്കിങ് സിസ്റ്റം തന്നെയാണ് നിലനിൽക്കുന്നത്. ചിലരൊക്കെ അതിനെ റാങ്ക് പുഷ് എന്നും പറയാറുണ്ട്. ഇനി ഓടെ വൺ പീസിനെ ഒരു ഗെയിം ആയി കണ്ട് വൺ പീസ് ട്രഷർ കണ്ടെത്തിയ റോജറിന്റെ ക്രൂവിലെ ഈ 3 പേരാണ് ആദ്യത്തെ ടോപ്പ് റാങ്കേഴ്സ് എന്ന് കാണിക്കാനാണോ എന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഇവരുടെ നെയിംസിൽ ഗോൾഡ്, സിൽവർ എന്നുള്ള സിമിലാരിറ്റീസ് ഒക്കെ എന്തെങ്കിലും കൊടുത്തേ. എനിവേ, അടുത്ത ക്രൂ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ആണ്. ഇവരുടെ നെയിം കണക്ഷൻസും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. സോ സ്ട്രോ ഹാറ്റ്സിലെ സ്ട്രോങ്ങസ്റ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഐ മീൻ കറന്റ് പോർഷനിൽ യെസ്, ലൂഫി, സോറോ, സാൻജി ആൻഡ് ജീംബെ. സോ ജീംബെയുടെ നിക് നെയിം എന്ന് പറയുന്നത് ഓർ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് സൺ ഓഫ് ദ സീ എന്നാണ്. ആൻഡ് സീ റെപ്രസെന്റിംഗ് വാട്ടർ, അതുകൊണ്ട് ജീംബെ ഇസ് ദ വാട്ടർ. ആൻഡ് സാൻജിയുടെ മദറിന്റെ നെയിം സോറ എന്നാണ്. സോറ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം സ്കൈ എന്നാണ്. അപ്പൊ
അപ്പൊ സാഞ്ചി എന്ന് പറയുന്നത് സൺ ഓഫ് ദ സ്കൈ ആയിട്ട് കണക്കാക്കാം. ഇനി സോറോയുടെ കേസിൽ സോറോയുടെ മദറിന്റെ നെയിം ടേറ എന്നാണ്. ടേറ എന്നത് ഒരു ലാറ്റിൻ വേർഡാണ്, അതിന്റെ അർത്ഥം എർത്ത് എന്നാണ്. സോറോ ഈസ് ദ സൺ ഓഫ് ദ എർത്ത് എന്നും കണക്കാക്കാം. ആൻഡ് ഇനി ലൂഫിയുടെ കേസിൽ ഇതിന് രണ്ട് വിധത്തിൽ എഫക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, സൺ ഗോഡ് നിക്കയുടെ ലൈഫ് ഫ്രൂട്ട് ആണ് ലൂഫി യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ലൂഫിനെ സൺ ആയിട്ട് കണക്കാക്കാം. രണ്ടാമത്തെ കേസിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബട്ട് ആ ടോപ്പിക് കുറച്ച് വലുതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന്. ഇനി ഇവരൊന്നും കൂടാതെ പുതിയതായിട്ട് ഒരു ക്യാരക്ടർ കൂടെ ഉണ്ട്. ആൻഡ് ഇതൊരു സ്പോയിലർ ആണ്, എനിക്ക് പറയാൻ തീരെ താല്പര്യമില്ല, എന്നാലും പറയുവാണ്. ബട്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യില്ല. ആൻഡ് ദാറ്റ് ക്യാരക്ടർ നെയിം ഈസ് യെസ്, അത് നമ്മുടെ ചോപ്പർ ആണ്. ആൻഡ് ഹി റെപ്രസെന്റ് ദ ഫോറസ്റ്റ്. ഇതൊരു തിയറി ബേസിലാണ് ഞാൻ പറഞ്ഞത്. എനിവേ വി ക്യാൻ സീ ജിംബെ ഈസ് ദ വാട്ടർ, സാഞ്ചി ഈസ് ദ സ്കൈ, സോറോ ഈസ് ദ എയർ, ചോപ്പർ ഈസ് ദ ഫോറസ്റ്റ് ആൻഡ് ലൂഫി ഈസ് ദ സൺ. സോ ഇതെല്ലാം റിസംബിൾ ചെയ്യുന്നത് എലമെന്റ്സിനെയാണ്. ആൻഡ് ഓടെ എന്തിനാണ്, ഐ മീൻ ഇവരുടെ നെയിംസിൽ എന്തിനാണ് ഈ പരിപാടി കാണിച്ചത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ ഇനി അടുത്ത ക്രൂ എന്ന് പറയുന്നത് ബീസ്റ്റ് പൈററ്റ്സ് ആണ്, അതായത് കൈഡോയുടെ ക്രൂ. സോ ഇവരുടെ സ്ട്രോങ്സ്റ്റ് മെമ്പേഴ്സിന്റെ പേര് കണക്ട് ചെയ്തേക്കുന്നത് കാർഡ്സിനെ വെച്ചിട്ടാണ്. ലൈക്ക് ഓരോ മെമ്പേഴ്സിനും ഓരോ കാർഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. യെസ്, കൈഡോയുടെ റൈറ്റ് ഹാൻഡ്മാന്റെ പേര് എന്താണ്? ഇറ്റ്സ് കിങ്. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ്മാന്റെ പേര് ഇറ്റ്സ് ക്വീൻ. ആൻഡ് കൈഡോയുടെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് കമാൻഡറിന്റെ പേര് ഇറ്റ്സ് ജാക്ക്. സോ കിങ്, ക്വീൻ, ജാക്ക് ഇതെല്ലാം കാർഡ്സ് ആണ്. അങ്ങനെയാണ് ഇവരുടെ ഓരോ നെയിംസും കാർഡ്സ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ലിസ്റ്റിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ക്രൂ കൂടെ ഉണ്ട്, അത് ബ്ലാക്ക് ബിയർഡിന്റെ ക്രൂ ആണ്. ബ്ലാക്ക് ബിയർഡിന്റെ ക്രൂവിലെ ഓരോ മെമ്പേഴ്സിന്റെ നെയിം റിയൽ ലൈഫ് പൈററ്റ്സ് ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്, ഇൻക്ലൂഡിംഗ് ബ്ലാക്ക് ബിയർഡ്. മാഷൽ ഡി ടച്ച് എങ്ങനെയാണ് എഡ്വേർഡ് ടച്ച് എന്ന റിയൽ പൈററ്റ് ആയിട്ട് കണക്ട് ആകുന്നത് എന്നൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അതേപോലെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെ നെയിംസും അത് ഏത് റിയൽ പൈററ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് എന്ന് സ്ക്രീനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക, ഇല്ലെങ്കിൽ വീഡിയോക്ക് ശേഷം ഒന്നും കൂടെ ഈ പോർഷൻ റീവാച്ച് ചെയ്താലും മതി. ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ആക്കിയതാണ്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ റിയലി സോറി. ആൻഡ് അടുത്ത ക്രൂ എന്ന് പറയുന്നത് ബിഗ് മമിന്റെ ആണ്. ഈ ക്രൂവിൽ ഇൻട്രസ്റ്റിംഗ് ആയി അങ്ങനെ ഒന്നുമില്ല. ഇവരുടെ സ്ട്രോങ്സ്റ്റ് മെമ്പേഴ്സിന്റെ ഒക്കെ നെയിംസ് സ്വീറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ലൈക്ക് സ്മൂത്തി, ക്രാക്കർ, കാറ്റഗറി, ബിസ്ക്കറ്റ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്രൂ എന്ന് പറയുന്നത് കിഡിന്റെ ക്രൂ ആണ്. കിഡിന്റെ ക്രൂവിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് തന്നെ കിഡായി കണക്ട് ചെയ്യുന്ന ഒരു വലിയ തിയറി നമുക്ക് നോക്കാം. ആൻഡ് ആ തിയറിയുടെ പേരാണ് കിഡ് ദ സെവൻത് സാറ്റലൈറ്റ് തിയറി. ആൻഡ് ആ തിയറി അനുസരിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം തന്നെ അറിയാവുന്ന ഒരു ക്യാരക്ടറാണ് വേഗാപങ്ക്. സോ ഈ വേഗാപങ്കിന് 6 സാറ്റലൈറ്റ്സ് ഉണ്ട്. ആൻഡ് 6 സാറ്റലൈറ്റ്സിന്റെ ബോഡിയിലും 01, 02, 03 അങ്ങനെ 06 വരെ കാണാം. സെയിം പാറ്റേൺ നമുക്ക് കിഡിന്റെ വാനിൽ വെച്ചുണ്ടായ ട്രാൻസ്ഫോർമേഷൻ സീനിലും കാണാം, അതായത് 07. സോ വേഗാപങ്കിന്റെ 7th സാറ്റലൈറ്റ് ആണ് കിഡ്. ബട്ട് ബാക്കിയുള്ള സാറ്റലൈറ്റ്സ് ഒക്കെ വേഗാപങ്കിന് ചുറ്റിപ്പറ്റിയുണ്ട്. കിഡ് മാത്രം എന്താണ് വേഗാപങ്കിന്റെ അടുത്ത് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, കിഡ് റെപ്രസെന്റിംഗ് പ്രൈഡ്. അതായത് നിങ്ങൾ ഈ 7 ഡെഡ്ലി സിൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. വേഗാപങ്കിന്റെ സാറ്റലൈറ്റുകളും ഈ 7 ഡെഡ്ലി സിൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയാം. പങ്ക് 1 അഥവാ ഷാഗ ഗുഡ്സിനെ റിസംബിൾ ചെയ്യുന്നു. പങ്ക് 2 ലിലിത്ത് ഈവിലിനെയും, പങ്ക് 3 എഡിസൺ തിങ്കിങ്ങിനെയും, പങ്ക് 4 പൈതഗോറസ് വിസ്ഡത്തെയും, പങ്ക് 5 അറ്റ്ലസ് വയലൻസിനെയും, പങ്ക് 6 യോർക്ക് ഗ്രീഡിനെയും റിസംബിൾ ചെയ്യുന്നു. അപ്പോൾ ഇതിലൊരു ഡെഡ്ലി സിൻ മിസ് ആകുന്നത് കാണാം. ആൻഡ് ദാറ്റ് ഈസ് പ്രൈഡ്. അത് നമ്മുടെ കിഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയാം. ആൻഡ് കിഡിന്റെ ക്യാരക്ടറും പ്രൈഡ് തലയ്ക്ക് പിടിച്ചൊരു ക്യാരക്ടറാണ്. അതേപോലെ കിഡിന്റെ ഷിപ്പ് നെയിം പോലും വിക്ടോറിയ പങ്ക് എന്നാണ്. ഈ വിക്ടോറിയ കിഡിന്റെ ഫസ്റ്റ് ലവർ ആണ്. പുള്ളിക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഷിപ്പിന് ആ നെയിം നൽകിയത്. എൻഡിൽ പങ്ക് വേറെ. ഇതും കൂടാതെ കിഡിന്റെ പവർ കോംബോ അറ്റാക്സിന്റെ നെയിംസ് പോലും പങ്കിനെ റിലേറ്റ് ചെയ്യുന്നതാണ്. ഡാമഡ് പങ്ക് ആൻഡ് പങ്ക് കോർണാഡിയോ. പങ്ക് മീൻസ് വേഗാപങ്ക്, റൈറ്റ്? സോ ഇതും നമുക്ക് തള്ളിക്കളയാൻ പറ്റിയൊരു കാര്യമല്ല, കാരണം ഡീറ്റെയിൽസ് ഒക്കെ 100% മാച്ചിങ് ആണ്. ബട്ട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇത് ജസ്റ്റ് ഒരു തിയറിയാണ്. ആൻഡ് കിഡിന്റെ സ്ട്രോങ്സ്റ്റ് ക്രൂ മെമ്പേഴ്സിന്റെ നെയിംസ് ചെയ്യാൻ തരാം, ബട്ട് അതിലെ കണക്ടിവിറ്റി നിങ്ങൾ കണ്ടുപിടിക്കണം. ദ ക്യാരക്ടേഴ്സ് ആർ കില്ലർ, ഹീറ്റ്, വയർ. ഒരു ക്ലൂ എന്ന രീതിയിൽ ഇതും കൂടെ പറയാം, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇതിൽ തന്നെയുണ്ട് ആൻസർ. കണ്ടുപിടിച്ചാൽ ആൻസർ കമന്റ് സെക്ഷനിൽ പറയുക. അതേപോലെ ഈ ഹിഡൻ നെയിമിംഗ് പാറ്റേണിലൂടെ ഓടെ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, എന്തിനാണ് ഇത് മറച്ചു വെക്കുന്നത്, ഇത് റാൻഡമോ കോയിൻസിഡൻസോ ഒന്നുമല്ല, ഈക്വലൻസ് ആണ്. ഇനി നിങ്ങൾ വൺ പീസ് എന്ന ആനിമെ കാണുമ്പോൾ എല്ലാവരുടെ നെയിം പാറ്റേൺ ശ്രദ്ധിക്കുക, കാരണം ഓടയുടെ വേൾഡിൽ ഓടയുടെ വേർഷനിൽ എവരിതിങ് ഈസ് ക്ലൂ ആൻഡ് എവരിതിങ് ഈസ് ഫോർ ഷാഡോവിംഗ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഗീവ് മി എ ലൈക്ക്, ആൻഡ് ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വൺ പീസ് വീഡിയോസിനായി സബ്സ്ക്രൈബ് മൈ ചാനൽ, ആൻഡ് ഇറ്റ്സ് എ വെരി ബിഗ് ബൂസ്റ്റ് ഫോർ ദിസ് ചാനൽ. ഓൾസോ ഷെയർ ദിസ് വീഡിയോ ടു യുവർ anime friends. I love you all. Bye.